മറ്റൊരു വിളിക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം യൂണിക് ട്രാവലറാണ്. ഞാൻ തന്നെ ഇവിടെ ഉണ്ട്. ഹായ്. ഓക്കെ, അപ്പോൾ ഇന്ന് എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയാണ്. ഐ തിങ്ക് ഞാൻ വന്ന് നോക്കിയ ടൈമിൽ ഇവിടെ സാധാരണ നമ്മളിത് ആമ്പലെടുത്തുന്ന എല്ലാ പ്ലേസാണ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ ഇന്ന് ജസ്റ്റ് എൻ്റെ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നി. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാനിവിടെ വന്നപ്പോൾ ആ സൈഡിലേക്ക് മീനുകളുടെ അടുത്തേക്ക് ജസ്റ്റ് എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് നോക്കിയതാണ്. അപ്പോഴാണ് മനസ്സിലായത് ഒരു വലിയ ചേര. നിങ്ങൾക്ക് എന്നെ സൂം ചെയ്ത് കാണിച്ചു തരാൻ അടുത്തോട്ട് പോകാൻ ചെറിയൊരു പേടി. അതാണ് കണ്ട ചേര കണ്ട. എൻ്റെ ഫോണിൻ്റെ ക്യാമറയിലാണ് എടുക്കുന്നത്. മറ്റേ ക്യാമറ ഞാൻ കൊണ്ടുവന്നില്ല. അതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇപ്പം അടുത്തേക്ക് പോയി നോക്കി എടുത്ത് ചാടി വരുമോയെന്നൊരു പേടിയുണ്ട്. അത്യാവശ്യം വലിയ ഒരുത്തനാണ്. ആ വലയിൽ കുടുങ്ങിപ്പോയി. ഇനി വാവ സുരേഷ് വിളിച്ചിട്ട് എനിക്കിവനെ എടുത്ത് വിടേണ്ട അവസ്ഥയാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. പാവം കേട്ടാ. ഇവിടെ വേറെ അവന്മാരെല്ലാം എൻ്റെ ഇണവല്ല ഇവിടെ ഉണ്ടാകും തരും. ചേച്ചി എങ്കിൽ ഞാൻ വെറുതെ നിൽക്കുകയാണ്. അവനൊന്നും ചെയ്യില്ല. റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയാണ് ടീമിനെ നമുക്ക് ഐ തിങ്ക് ഇറ്റ്സ് നീഡ് ടു കോണ്ടാക്ട്. ഇവൻ ഇറങ്ങി പല മീനുകളെയും പിടിച്ച് തിന്നുമായിരിക്കും എൻ്റെ. ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ നല്ല പേടിച്ചു കേട്ടോ. പെട്ടെന്ന് എടുത്തോണ്ടൊരു ചാട്ടമായിരുന്നു. എനിക്ക് സത്യം ഇങ്ങനത്തെ സാധനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു പേടിയാണ്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ വീഡിയോ ഇങ്ങനെയാണ് വെച്ചിട്ടുണ്ടല്ലേ. സോറി, ഇതാണ് സാധനം. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ വീഡിയോ ഇപ്പം ഞാൻ കുറച്ച് നേരത്തിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യും. ഇവിടെ വല്ലതും ഉണ്ടാകും തരികയെ. അപ്പോൾ ഇതെൻ്റെ ആമ്പലാണ്. അപ്പോൾ വീഡിയോ കണ്ടുവന്നവർ ജസ്റ്റ് എൻ്റെ ആമ്പലൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ആമ്പൽ മേടിക്കാം. ആമ്പൽ പല വെറൈറ്റീസുണ്ട്. ഇപ്പോൾ ഫ്ലവറുള്ള നമ്മുടെ ഇത് മിറകാന്തയാണ്. മിറകാന്ത വെറൈറ്റിയൊക്കെ നിൽപ്പുണ്ട് ഫ്ലവറായിട്ട്. ഇത് ഒരു മഞ്ഞ കളറാണ്. പിന്നെ ഇന്ന് ഓഫറിൻ്റെ ആമ്പലൊക്കെ നമുക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട്. സോ ആ ഓഫറിൻ്റെ ഓർഡേഴ്സ് എല്ലാം എടുക്കാൻ വേണ്ടി ഞാനിവിടെ നമുക്ക് കിട്ടിയ ഓർഡേഴ്സ് ഇതൊക്കെയാണ്. സോ ഓർഡർ ജസ്റ്റ് എല്ലാം ഒന്ന് എടുക്കാൻ വേണ്ടി എത്തിയ ടൈമിലാണ് ആ ഒരു പ്രോബ്ലം ഞാൻ കണ്ടത്. സാധാരണ ഇവന്മാർ ഈ ചേരയൊക്കെ നമ്മൾ വരുമ്പോൾ പോകുന്നതാണ്. നോർമലി അവിടെ ഇരിക്കാറില്ല, പോവാറുണ്ട്. ബട്ട് ഇപ്പം അത് പെട്ടുപോയതാണെന്നാണ് തോന്നുന്നത്. പാവം, എന്ത് ചെയ്യാനാ. ഓക്കെ അങ്ങനെ ഞാൻ പറയാൻ കാരണം ഇവിടെ ഞാൻ ഉള്ള ടൈമിൽ തന്നെ എൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ കുറേ പാമ്പുകൾ, ഇതിനകത്ത് തന്നെ ഈ ആമ്പലുള്ള പ്ലേസിൽ കുറേ പാമ്പുകൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എൻ്റെ അങ്ങറ്റത്തുള്ള പ്ലേസിൽ ഞാൻ വൃത്തിയായിക്കൊണ്ടിരുന്ന ഒരു ടൈമിലാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിന്ന ടൈമിൽ എൻ്റെ കാലിൻ്റെ സൈഡിൽ കൂടെ മീൻസ് കാലിൽ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങ് പോയി. എന്തോ ഭാഗ്യത്തിന് അന്ന് തന്നെ ഒന്നും ഉപദ്രവിച്ചില്ല. അങ്ങനെയുള്ള ഒരു പ്ലേസാണ്. കാരണം ഞാൻ ഇത്രയും വിശ്വസിച്ച് നമ്മൾ ആമ്പൽ നടുമ്പോൾ ആമ്പൽ ചെടിയൊക്കെ എന്നോടൊരു സ്നേഹം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു സ്നേഹം ഇവിടെയുള്ള ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഓരോ ജീവജാലങ്ങൾക്ക് എന്നോട് ആ ഒരു സ്നേഹം ഉണ്ടെന്ന് ഞാൻ റിയലി വിശ്വസിക്കുന്നു. അതിപ്പോഴത്തെ ഒരു ഇൻസിഡൻറ്റ് ഇതാണ് കണ്ടത്. ഞാനിപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോഴും എനിക്ക് ഭയം ഉണ്ടായി. ബട്ട് ആ ഒരു പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ അത് സോൾവ് ആയി. എന്തായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതവിടെ നിന്ന് ചത്തുപോകാൻ പാടില്ല. എങ്ങനെയും ഇളക്കി വിടണം. എനിക്ക് ഒറ്റയ്ക്ക് പറ്റൂല. കണ്ട എണീറ്റ് പോയിട്ടില്ല ഇത്രയും ടൈമിന് ഞാൻ വീഡിയോ ഫോണില്ല എണീറ്റ് മക്കളെ. വേറെ ആരും ഞാൻ കാണുമോ അടുത്തോട്ട് പോയാൽ അവിടെ ചാട് പോകുന്നതുകൊണ്ട് എനിക്ക് പേടിച്ചു. വാലൊക്കെ എടുത്ത് ഇങ്ങോട്ടെടുത്ത് അടിക്കും. ഇവിടെ ആനെ പൊട്ടിച്ച് അവിടെ ഇരുന്നിട്ടാ ഇതിന് ടാങ്കിന് അതിലും നാളെ എനിക്ക് എടുക്കാനുള്ള മീനുണ്ട്. ഞാൻ അങ്ങനെ എടുക്കും. കണ്ട യെസ്. അത് വാലെടുത്തിട്ട് അടിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ തേയായി. ഇതുവഴി കാണിച്ചു തരാം നിങ്ങൾക്ക് അതിൻ്റെ തല. കണ്ട, ഇതാണ് സാധനം. ഇത് ചേര തന്നെ. ഐ നോ ദാറ്റ്. ആ സൈഡിൽ കൂടെ പോയി നോക്കി നോക്കാം. അപ്പോൾ കണ്ടാണ്ട് തലയെല്ലാം കറക്റ്റ് കാണാൻ പറ്റണം. ഇത്രയും ദൂരെ നിന്നാകുമ്പോൾ വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല സൈസുള്ള സാധനമാണ് കേട്ടോ. ഇവിടെ അതിനു മുമ്പ് ഞാൻ ഇങ്ങനത്തെ ഇത്രയും വലിയവന്മാരെ കണ്ടിട്ടില്ല. നോർമലി പെട്ടെന്ന് ഊന്ന് പോകുന്ന കണ്ടിട്ടുണ്ട്. അല്ലാതെ സൂലൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും വലിയ ആൾക്കാർ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നിന്ന് രക്ഷിച്ച് പോട്ടെ. റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് ഐ തിങ്ക് ഇറ്റ്സ് നീഡ് ടു ബി. അല്ലെങ്കിൽ എൻ്റെ ആ ടാങ്ക് പോയി കിട്ടി. ഐ വിൽ ഡു സംതിങ്. ഓക്കെ.